ഹരേ കൃഷ്ണ, രാധേശ രാധേശ. ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ട് അല്ലേ. ഉച്ചപൂജ നട അടച്ച് തുറന്ന് ഭഗവാൻ നെയ്തിയൊക്കെ കഴിച്ച് എങ്ങനെയാണ് കളഭാലങ്കാരത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ന്യൂ ഇയർ ആണ്, 2026 1-ാം തീയതിയും 2-ാം തീയതിയും ഭഗവാൻ ഇതേ ഭാവത്തിലാണ്. 1-ാം തീയതി മത്സ്യാവതാരത്തിലാണ്. അതിനുശേഷം ഭഗവാൻ കാളിയമർദ്ദനമായിട്ടാണ്. വീണ്ടും ഭഗവാൻ ഈ മഹാവിഷ്ണുവായിട്ട് സാക്ഷാൽ നാരായണനായിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് എല്ലാം ലോകൈകനാഥനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനെയാണ് നമ്മൾ ഇന്നും കാണുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഭഗവാനായിട്ട്, പ്രപഞ്ചനാഥനായിട്ട്, ലോകൈകനാഥനായിട്ട് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നത് പൊന്നു ഭഗവാനെ എത്ര വാഴ്ത്തിയാലും, എത്ര നാരായണ നാമത്തിൽ വാഴ്ത്തിയാലും മതിയാവില്ല അല്ലേ. എത്ര പറഞ്ഞാലാണ് മതിയാവുക. നമ്മളെ ഇത്രയും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നമ്മൾ ഓരോരുത്തരെയും, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊന്നു ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നാരായണ നാമത്താൽ മുഖരിതമാവട്ടെ എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഭഗവാൻ തൻ്റെ ലോകൈകനാഥനായിട്ടുള്ള തൻ്റെ ശംഖുചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാനായിട്ട്, പീതവസ്ത്രധാരിയായിട്ട് ഭഗവാൻ എന്നും ശ്രീലകത്ത് നിൽക്കുന്നു. പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ? എൻ്റെ ശബ്ദത്തോടൊപ്പം എവിടെയായാലും എന്നോടൊപ്പം ശ്രീലകത്തേക്ക് വരിക. ഈ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കാണാനായിട്ട്, നമിക്കാനായിട്ട്, പൊന്നു തൃപ്പാദങ്ങളെ നമിക്കാനായിട്ട് കൊടിമരത്തിൻ്റെ കീഴെ കൂടെ എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും വരാട്ടോ. എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവത് സന്നിധിയിലേക്ക്, ഗുരുഭവനപുരിയിലേക്ക് എത്താൻ മനസ്സുകൊണ്ട് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മളങ്ങനെ ചെല്ലുവാണ് ഭഗവാനെ കാണാനായിട്ട്. ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ 1000 നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയാ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്? പീതവസ്ത്രധാരിയായിട്ട്, ശംഖുചക്രഗദാപത്മധാരിയായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ട്, ഉണ്ടമാലയും മനമാലയൊക്കെ ചാർത്തിക്കൊണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിക്കൊണ്ട്, ചെവിപ്പൂക്കൾ ഒക്കെ, നെറ്റിയിലെ ഗോപീചന്ദനം കാണാം നമുക്ക്. നെറ്റിയിലെ ഗോപീചന്ദനം, 2 കൈയിലും നെഞ്ഞത്തുള്ള ഗോപീചന്ദനങ്ങളൊക്കെ കാണാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിലെ പ്രകാശത്തിലേക്ക്, കണ്ണിലേക്ക് നോക്കുക, പുഞ്ചിരിയിലേക്ക് നോക്കുക. ഭഗവാൻ എത്രമാത്രം നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ എത്ര കണ്ടാലാണ് മതിയാവുക? എത്ര പറഞ്ഞാലാണ് മതിയാവുക? എത്ര കേട്ടാലാണ് മതിയാവുക? ഒരിക്കലും ഇല്ലല്ലേ. എപ്പോഴും ഭഗവാന്റെ നാരായണ നാമത്താൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എത്ര പറഞ്ഞാലും, എത്ര കേട്ടാലും എനിക്കും എപ്പോഴും ഭഗവാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്കും മതിയാവാറില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എപ്പോഴും അത് തന്നെയാണ്. ഒരുപാട് മെസ്സേജസും റിപ്ലൈസും ഒക്കെ ആയിട്ട് ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എന്നോട് കണ്ണൻ ഭഗവാൻ ഏൽപ്പിച്ച കർമ്മം അത് തന്നെയാണ് എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്, ലോകൈകനാഥനെ, പ്രപഞ്ച സൃഷ്ടാവിനെ എത്ര കണ്ടാലും, എത്ര കൈകൂപ്പിയാലും, എത്ര നാരായണ നാമത്താൽ എത്ര പറഞ്ഞാലും നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട്, ഈ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്ന ഈ സൃഷ്ടാവായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഭഗവാനെ നമുക്ക് കാണാം. പൊന്നു ഗുരുഭവനപുരിയിൽ പൊന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമസ്കരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. പൊന്നു ഭഗവാനെ കണ്ട് മനസ്സ് നിറയ്ക്കുക. ശ്രീലകത്ത് ഭഗവാന്റെ നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ശില്പം, പാതാളാഞ്ജന ശിലയിൽ ശംഖുചക്ര ഗദാപത്മധാരിയായിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് കണ്ണ് തുറക്കുക, നോക്കുക. ഒരുപാട് സങ്കടങ്ങൾ പറയാൻ,
വന്നതാണ്. പക്ഷേ എല്ലാം മറന്നു പോയിരിക്കുന്നു. എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ എല്ലാം ഭഗവാൻ അറിയാം. അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? ഓരോ സൃഷ്ടി കർമ്മത്തിലും ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഇത്ര കണ്ട് മനസ്സിലാക്കുന്ന, നമ്മളെ എങ്ങോട്ടേക്കാണോ, നമ്മുടെ മനസ്സിൽ എന്താണോ ഉണ്ടാവേണ്ടത്, ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. നേരായ വഴികളിലൂടെ പോവാനായിട്ട്, സഞ്ചരിക്കാനായിട്ട്, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കണ്ണനെന്നും കൂടെയുണ്ട്. കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. മനസ്സാകുന്ന ആ പത്മത്തിലിരുന്ന് ഭഗവാൻ നമ്മൾക്ക് വഴികാട്ടിയായിട്ട് ആ ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് ഭഗവാന്റെ നാരായണ നാമത്തിൽ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നാമത്താൽ നമ്മളിങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും എല്ലായ്പ്പോഴും കിട്ടുന്ന സമയമൊക്കെ എത്ര പറഞ്ഞാലും ആ പ്രപഞ്ച സൃഷ്ടാവിനെ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തെ, ഭഗവാനെ, യോഗൈകനാഥനെ നമ്മളിങ്ങനെ, നമ്മളെ കാത്തുരക്ഷിക്കുന്ന, നമ്മളെ ഓരോ നിമിഷവും കാത്തുരക്ഷിക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെ എത്ര കണ്ടാലാ മതിയാവാ? ആ ഭഗവാന്റെ തിരുനടയിലെത്താൻ കൊതിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? എവിടെ ഇരുന്നായാലും ഒരു നിമിഷം ഭഗവാന്റെ ആ ദിവ്യശോഭ എല്ലാവരിലേക്ക് എത്തട്ടെ. പൊന്നുണ്ണിക്കണ്ണൻ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഇട്ടുകൊണ്ട് അതാ ഇങ്ങനെ നിൽക്കുന്നു. ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ടമാലയും വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് സ്വർണ്ണത്താലിങ്ങനെ കുളിച്ച് നിൽക്കുന്നു അല്ലേ. ആ പൊന്നും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആലവട്ടം വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എത്ര കണ്ടാലും മതി വരാത്ത ഭഗവാന്റെ ആ ദിവ്യ രൂപത്തെ വീണ്ടും നോക്കുക. അങ്ങനെ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാം അറിയുന്ന പൊന്നു കണ്ണൻ അതാ നമ്മളെ അറിഞ്ഞിരിക്കുന്നു. നമ്മളെത്തുന്നു, ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു. ഭഗവാനിൽ നിന്ന്, ആ ശീലത്തിൽ നിന്ന് വരുന്ന ആ കാറ്റിന് പോലുമുണ്ട് സുഗന്ധം. ചന്ദനത്തിൻ്റെയും കളഭത്തിൻ്റെയും തെച്ചിപ്പൂവിൻ്റെയും താമരയുടെയും തുളസിയുടെയും ഒക്കെ, സാമ്പ്രാണിയുടെയും ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ സുഗന്ധം. ഭഗവാനെ തൊട്ട് തലോടിക്കൊണ്ട് തഴുകിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. നമ്മുടെ കാതിലും ആ നാരായണനാമം നമ്മളും അറിയുന്നു. നമ്മുടെ ചുണ്ടിലും ആ നാരായണനാമത്തിൻ്റെ ആ ഭാവത്തോടു കൂടി നമ്മൾ ഭഗവാനെ കാണുന്നു. ഭഗവാനെ കണ്ട് തൊഴുത് എല്ലാം ഭഗവാനിൽ ഏൽപ്പിച്ചിട്ട് കണ്ണനുണ്ട് കൂടെ എന്ന വാക്കും ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് തിരിയുന്നു. ഗണപതി ഭഗവാനെ തൊഴുന്നു. ആ ദശാവതാരത്തിൻ്റെ ചിത്രത്തൂണുകളൊക്കെ ഒന്ന് കണ്ട് തൊഴുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട്, യശോദാമ്മയെ കണ്ടുകൊണ്ട് പുഷ്പാഞ്ജലിയും ഒക്കെ ആ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ വന്ന് വീണിട്ടുള്ള ആ തുളസിയുടെയും താമരയുടെയൊക്കെ ഇതളുകളും ചിരി ചന്ദനവും കളഭവും ഒക്കെ നമുക്ക് കിട്ടുന്നു. ഭഗവാനെ കണ്ട് തൊഴുതുകൊണ്ട് തൊട്ടപ്പുറത്ത് അനന്തശായിയായിട്ടുള്ള ഭഗവാനെ കാണുന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണുന്നു. അവിടെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അവിടെ താഴെ സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് തൻ്റെ തല താഴേക്ക് അമർത്തി വെച്ചുകൊണ്ട് 108 പ്രാവശ്യം ഭഗവാനെ നമസ്കരിക്കുന്നു. എല്ലാവരും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് ഭഗവാനെ നേരെ ബാക്ക് വശത്ത് കൈകൾ നീട്ടി വെച്ച് എല്ലാവരും നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട്, എല്ലാവരുടെയും കണ്ടുകൊണ്ട് നമ്മളതാ മണിക്കിണർ കാണുന്നു. മണിക്കിണർ കണ്ടുകൊണ്ട് തൊഴുതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഭഗവാന്റെ പടിഞ്ഞാറ് വശത്തിരിക്കുന്ന താമരക്കണ്ണനെ കാണുന്നു. എല്ലാ ശില്പചാതുരിയൊക്കെ കണ്ടുകൊണ്ട് നമ്മളെല്ലായിടത്തും തൊഴുതുകൊണ്ട് ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ ശിവേലി തൊട്ടുമുന്നിൽ അതാ നിൽക്കുന്നു. ഭഗവാൻ ആനപ്പുറത്ത്. അങ്ങനെ ഉള്ളൊരു ഭാവം, ആ ശബ്ദം, ശിവേലി, തായമ്പക എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മളതാ തിരിച്ച് അങ്ങനെ ഒന്ന് ചുറ്റാണ്. വീണ്ടും കൊടിമരത്തിൻ്റെ അടുത്ത് വന്ന് വീണ്ടും ഭഗവാൻ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കാണ്. ആ നീല വെളിച്ചം നമ്മളോടൊപ്പം കൂടുന്നുണ്ടല്ലേ, നമ്മുടെ കൂടെ കൂടുന്നുണ്ടോ നീല വെളിച്ചം? അങ്ങനെ കണ്ടു തൊഴുതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഭഗവാനെ കണ്ട ആ സന്തോഷത്താൽ ആ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നാരായണനാമത്തിലൂടെ ആ ലൗകികനാഥനെ, പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. എത്ര ആനന്ദമാണല്ലേ!
എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഭഗവാനെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ സംതൃപ്തിയാണ്. അവിടെ എത്തുമ്പോൾ എവിടെ നിന്നില്ലാത്ത തണുത്ത കാറ്റ് നമ്മളെ വീണ്ടും തഴുകി കടന്നു പോകുന്നുണ്ട്. സുന്ദരമാണതല്ലേ, കുളിരാണത്. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് എൻ്റെ ശബ്ദത്തോടൊപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗുരുവായൂരപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള വയ്യാതെ കിടപ്പിലായി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അങ്ങനെ അവർക്കൊക്കെ ഭഗവാന്റെ തിരുനടയിൽ ഒന്ന് വന്ന് നിൽക്കാൻ സാധിക്കാത്തവരുണ്ട്. എന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഭഗവാന്റെ ആ നറുഗന്ധം, ആ ചന്ദനത്തിൻ്റെ, കളഭത്തിൻ്റെ, ആ തുളസിയുടെ, ചന്ദനത്തിരിയുടെ, കർപ്പൂരത്തിൻ്റെ, സാമ്പ്രാണിയുടെ ഒക്കെ മണം അവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും മനസ്സ് കൊതിക്കുന്നു അല്ലേ, ഭഗവാന്റെ ആ ദിവ്യമായ ആ വെണ്ണയുടെയും നറുനെയ്യിൻ്റെയും ഒക്കെ മണം നമ്മളിലേക്ക് ഇങ്ങനെ എത്തട്ടെ എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ലെങ്കിലും, ആ തിരുനടയിലൊന്ന് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ ആ സാമീപ്യം നമ്മുടെ അടുത്തേക്കും എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാ തരത്തിലും ഭഗവാനിൽ എല്ലാം അർപ്പിക്കുക. ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ പൊന്നു ഭഗവാൻ ലോകൈകനാഥനായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് തന്നെ സങ്കല്പിച്ചുകൊണ്ട്, മനസ്സർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ ദിവ്യരൂപത്തിൽ ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ നിത്യമായ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.